പ്രഗ്നൻസി സമയത്ത് അമ്മ എന്തൊക്കെ ശ്രദ്ധിക്കണം കുഞ്ഞിന് ഡെവലപ്മെന്റൽ ഇഷ്യൂസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട്? ഐഡിയലി ഇതൊരു അച്ഛനും അമ്മയും ഒരുപോലെ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രഗ്നൻസി പ്ലാൻ ചെയ്യുക എന്നുള്ളൊരു കാര്യം കൂടെ ഉണ്ട്. അപ്പോൾ ഫോളിക് ആസിഡ് കഴിക്കുക, സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള സമയത്ത് പ്രഗ്നൻ്റ് ആവാൻ ശ്രമിക്കുക. ഇനി പ്രഗ്നൻ്റ് ആയാൽ തന്നെ ഫാമിലിയുടെ സപ്പോർട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഫിസിക്കൽ ഹെൽത്തിനെ കുറിച്ച് നമ്മൾ ഒത്തിരി സംസാരിക്കാറുണ്ട്. അതേപോലെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് മെൻ്റലായിട്ടും ഒരു വെൽബീങ്. പല വിഷയങ്ങൾ കാരണം ഒത്തിരി സ്ട്രെസ്സുകളിലൂടെ ആയിരിക്കും സ്ത്രീകൾ കടന്നു പോകുന്നുണ്ടാവുക. അപ്പം അവരുടെ സ്ട്രെസ് ഒരു പരിധിയിൽ കൂടാണ്ട് ഇരിക്കുക എന്നത് തന്നെയാണ് ഇമ്പോർട്ടൻറ്റ്. സാധാരണ ഒരു ഒരു സ്ത്രീയോട് പെരുമാറുന്നതിൻ്റെ ഉപരി നമ്മളിപ്പം പെരുമാറുന്നത് ഒരു അമ്മ പ്ലസ് ഒരു വളർന്നുകൊണ്ടിരിക്കുക കുഞ്ഞിനോടാണ് എന്നുള്ളൊരു ബോധം കൂടെയുള്ള പിന്നെ ഹസ്ബൻഡിനാണെങ്കിലും നമ്മൾ പറയുന്ന മദറിലോ അമ്മായിമ്മ ആയാലും അങ്ങനെ തുടങ്ങി വീട്ടിലുള്ള എല്ലാവരും ഉണ്ടാവുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പഠനങ്ങൾ പറയുന്നത് ഫിസിക്കലായിട്ടുള്ള, അതായത് ടൈംലി ആയിട്ട് ഫോളിക് ആസിഡ് കഴിക്കാത്തത് അല്ലെങ്കിൽ ന്യൂട്രീഷൻ കുറയുന്നത് കാരണം പല ഡെവലപ്മെൻറ്റൽ അല്ലെ ബ്രെയിൻ റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടാവാം. അത് കൂടാണ്ട് മെൻ്റൽ സ്ട്രെസ്സ് കാരണവും കുട്ടിയുടെ പ്രീ ടേം ഡെലിവറി, അതേപോലെ ചില പഠനങ്ങളിലൊക്കെ കുട്ടികളുടെ ഗ്ലോബൽ ഡെവലപ്മെൻറ്റ് ഡിലേ, ഓട്ടിസം ഇതിൻ്റെയൊക്കെ റിസ്ക് കൂട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. മെൻ്റലിയും ഫിസിക്കലിയും റെഡി ആയതിന് ശേഷം പ്രഗ്നൻ്റ് ആവുക, ത്രൂ ഔട്ട് ദ ജേണി ഹാപ്പി ആയിട്ട് പോവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.